ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഏറ്റവും ചിലവുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം റെസിപ്പിയിലേക്ക് പോവാം. ഈ ഒരു മാംഗോ ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ ആദ്യം തന്നെ എടുത്തത് വിപ്പിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീം വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ മാംഗോ പൾപ്പ് എടുക്കുന്നത് അതിനനുസരിച്ച് വിപ്പിംഗ് ക്രീം എടുക്കണം കേട്ടോ. രണ്ടും സെയിം ആയിരിക്കണം. നമ്മൾ മാങ്ങ എടുക്കുന്ന അതേ അളവിലായിരിക്കണം വിപ്പിംഗ് ക്രീം എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലെ നല്ലോണം ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വിപ്പിംഗ് ക്രീമിനും മാംഗോക്കും നല്ല മധുരമുള്ളതാണെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചെക്ക് ചെയ്തിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കലാണ്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മാംഗോ ആണ്, മാംഗോ പൾപ്പാണ്. ഞാനിപ്പോൾ ഇതാ മാംഗോൻ്റെ മാങ്ങേൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കലാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലും തൊലി കളഞ്ഞിട്ട് അങ്ങനെ കട്ടാക്കി എടുക്കാം കേട്ടോ. മാങ്ങൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടിയിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുള്ള മാംഗോ ആണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിക്ക് എടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതിപ്പം എൻ്റെ വീട്ടിൽ ഉണ്ടായ കുറച്ച് മാങ്ങയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെന്ന് പറയുമ്പം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഇത് അൽഫോൺസ മാങ്ങയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള മാങ്ങ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ കളഞ്ഞെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ടും കൂടി ഞാൻ മാങ്ങ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം റെഡിയാക്കിയ ശേഷം അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇടയിലൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെ. അപ്പോൾ ഇതാ ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ എത്രയാണോ വിപ്പിംഗ് ക്രീം എടുക്കുന്നത് അതിനനുസരിച്ച് മാംഗോ പൾപ്പ് എടുക്കണം കേട്ടോ. 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1 കപ്പ് മാംഗോ പൾപ്പ് സെയിം അളവിൽ വേണം എടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിൽ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മിക്സാക്കി വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീമില്ലേ, വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സെയിം അളവിലോ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ നല്ലോണം മിക്സാക്കി എടുക്കലാണ്. ആ ഒരു മാംഗോ പൾപ്പും വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു മിക്സിയിലെ അത് രണ്ടും കൂടിയിട്ട് മിക്സാക്കി എടുക്കലാണ്. ഇനിയിപ്പം നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഐസ്ക്രീം റെഡിയാക്കുന്നത് അതിലേക്ക് ഈ 2 മിക്സും മിക്സാക്കിയത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ ഒരു 12 മണിക്കൂർ ഫ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനു മുമ്പായിട്ട് ഞാനിതാ ഐസ്ക്രീമിന് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കലാണ്. കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാംഗോ പൾപ്പില്ലേ അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കലാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. നമ്മൾ നേരത്തെ ആ ഒരു മിക്സാക്കിയ മിക്സ് ഫ്രീസറിൽ ഡയറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടാ. എന്നാലും കുറച്ച് ഭംഗിക്ക് വേണ്ടിക്ക് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് ഇതാ ഞാൻ ആ ഒരു മാംഗോൻ്റെ പീസസിൽ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. ഉള്ളിൽ മാംഗോൻ്റെ പീസെല്ലാം കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് അല്ലേ. ഇനി ഇത് 12 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. നല്ലോണം തണുത്ത് വരണം കേട്ടോ, പെട്ടെന്ന് കഴിക്കാൻ പാടില്ല. നല്ലോണം തണുത്തിട്ട് വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് സെർവ് ചെയ്യലാണ്. അപ്പോൾ ഇതാ കറക്റ്റ് ആ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ടും ഇതുപോലെ സെയിം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാലും കോൺഫ്ലവറും മിക്സ് ആക്കിയിട്ട് ആ ഒരു മിക്സ് അരച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക. പക്ഷേ കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നില്ലേ ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വ്ളോഗിൽ അപ്ലോഡ് ചെയ്ത ഒരു റെസിപ്പിയാണ്. ഇതിപ്പം മാംഗോ സീസണിൽ വരുന്നത്. ഒരുപാട് മാങ്ങ ഉണ്ടാവും എല്ലാവരുടെ കയ്യിലും. അപ്പം വീട്ടിൽ മാങ്ങലില്ലവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഐസ്ക്രീമെല്ലാം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, റെസിപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ.
അപ്പം മാങ്ങെല്ലാം വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, സിമ്പിളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.